ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റബീസ്വേൾഡ് എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓർണമെൻ്റൽ പ്ലാന്റിനെ കുറിച്ച് പറയാനാണ്. അതാണ് നമ്മുടെ റോയോ പ്ലാന്റ്. പ്ലാന്റ് ലവേഴ്സിന് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. കാരണം വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് റോയോ പ്ലാന്റ് അഥവാ ഓയിസ്റ്റർ പ്ലാന്റ്. ഇത് ഗ്രൗണ്ട് കവറായും ചെടിച്ചട്ടിയിലും പിന്നെ സ്പൈറൽ ഹാങ്ങിങ്ങിലും ഹാങ്ങിങ് പ്ലാന്റായും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഇത് റോയോ ഡിസ്കളർ പ്ലാന്റ് ആണ്. ലീഫിൻ്റെ മുകൾ ഭാഗത്ത് ഗ്രീൻ കളറും അടിയിൽ പർപ്പിൾ കളറുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കുറേ കുഞ്ഞു തൈകൾ ഇതിൻ്റെ ചുവട്ടിലുണ്ടാവും. ഇതുപോലെ നമുക്ക് പറിച്ചെടുത്ത് പുതിയ ചെടിച്ചട്ടിയിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. നല്ല ഹൈറ്റിലും ഈ ഒരു ചെടി വളരും. സ്പൈറൽ ഹാങ്ങിങ്ങിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഹൈറ്റിലൊന്നും വേണ്ടെങ്കിൽ കൂടുതൽ വളമൊന്നും നൽകാതിരിക്കണം. ഇതുപോലെ വേർട്ടിക്കൽ ഗാർഡനിലും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കൂടുതൽ വാട്ടറിംഗ് ഒന്നും വേണ്ട. ഇതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് റോയോ ട്രൈ കളർ പ്ലാന്റ്. ഇതിന് നല്ലൊരു ലീഫാണ്, വളരെ ഭംഗിയാണ് ഈ ഒരു ലീഫ് കാണാൻ. ഇതിൻ്റെ ലീഫിൻ്റെ ബാക്ക് സൈഡിലും അതുപോലെ പർപ്പിൾ കളറും ഒരു വൈറ്റ് കളറും പിങ്ക് കളറും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു നല്ലൊരു പ്ലാന്റ് കൂടിയാണിത്. ഇത് വളർത്തിയെടുക്കാനും വളരെ എളുപ്പമാണ്. കുറച്ചധികം കെയറിങ് ആവശ്യമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ റോയോ ട്രൈ കളർ പ്ലാന്റ്. ഒരു തൈ മതി ഇതുപോലെ ബുഷിയായിട്ട് നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ധാരാളം തൈകൾ ഉണ്ടാവും. ഇതുപോലെയുള്ള തൈകൾ നമുക്ക് അടർത്തിയെടുക്കാം. ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെൽ ഡ്രെയിൻഡ് ആയിരിക്കണം. വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫൊക്കെ പെട്ടെന്ന് നശിച്ചു പോകും. ഇതുപോലെ നമുക്ക് ചെറിയ തൈകൾ പൊട്ടിച്ചെടുത്ത് പുതിയ ഒരു ചട്ടിയിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഞാനിവിടെ വെർട്ടിക്കൽ ഗാർഡനിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കാണിക്കാം. ഇത് ഞാൻ ചുവന്ന മണ്ണ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. വേറെ ഒരു ഫെർട്ടിലൈസറും ഒരു വളമൊന്നും എടുത്തിട്ടില്ല. ഇതിൽ തന്നെ നന്നായിട്ടിത് വളരും. ഇതുപോലെ തൈകൾ പറിച്ചെടുത്ത് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്കിത് നടുന്ന സമയത്ത് മാത്രം നനച്ച് കൊടുത്താൽ മതി. പിന്നെ പിറ്റേ ദിവസം മാത്രം നനച്ചാൽ മതി. ഇത് റൂട്ടൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് നനയ്ക്കേണ്ട ആവശ്യമുള്ളൂ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ഇത് വെർട്ടിക്കലിൽ നട്ടെടുക്കാൻ പറ്റും. ഇതുപോലെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും